പി രാജീവ് പറയുന്നത് ശരിയാണല്ലോ എന്നാണ് നമുക്ക് തോന്നുക. നിഷ്പക്ഷമായിട്ട് നോക്കുമ്പോൾ രാഷ്ട്രീയമായിട്ട് ഇദ്ദേഹത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്. രാഷ്ട്രീയമായിട്ട് ഇവരെ കണ്ടുകൂടാ, ഇടതുപക്ഷ സർക്കാരിനെ കണ്ടുകൂടാ, CPIM-നെ കണ്ടുകൂടാ, പി രാജീവിനെ ഒട്ടും കണ്ടുകൂടാ. ഉന്നത നാട്ടിൽ ശ്രീനിധൻ ജയിച്ചത് സഹിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ രാഷ്ട്രീയമായിട്ടുള്ള തോന്നലുണ്ട്. ഇപ്പം എന്താണ് മറ്റൊരു കാര്യം, ചന്ദ്രബാബു നായിഡു വന്ന് വിളിച്ചിരിക്കുന്നു. ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ ദിവസം അവിടെ ഒരു പുതിയ തീരുമാനം അവരുടെ മന്ത്രിസഭ കൊണ്ടുവന്നു. എന്താണ്, 10 മണിക്കൂർ ആക്കിയിട്ട് അവിടുത്തെ തൊഴിൽ സമയം കൂട്ടി. ഇവിടെ അത് പറ്റില്ലല്ലോ. 10 മണിക്കൂർ ആയിട്ട് സമയം കൂട്ടി. അത് നേരത്തെ 8 മണിക്കൂറായിരുന്നു, 9 മണിക്കൂറാക്കി, ഇപ്പോൾ 10 മണിക്കൂറാക്കി. അത് ഈ 10 മണിക്കൂറായിട്ട് തൊഴിൽ സമയം കൂട്ടുന്നത് ഓഫീസിലിരുന്നിട്ട് വർക്ക് ചെയ്യുന്ന ബൗദ്ധിക അധ്വാനം നടത്തുന്ന ആളുകളുടെ സമയമല്ല കൂട്ടുന്നത്. ഫിസിക്കലായിട്ട് ശരീരം കൊണ്ട് അധ്വാനിക്കുന്ന ഇതുപോലുള്ള ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും മറ്റുമൊക്കെ, അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങളിൽ ശരീരം കൊണ്ട് അധ്വാനിക്കേണ്ടുന്ന മനുഷ്യരുടെ ജോലി സമയമാണ് 2 മണിക്കൂർ കൂട്ടിയിരിക്കുന്നത്. 2 തവണയായിട്ട് 2 മണിക്കൂർ കൂട്ടിയിരിക്കുന്നത്. കേരളത്തിൽ അത് നടക്കില്ല, അത് ചെയ്യാൻ പാടില്ല എന്ന നിലപാടുള്ള സർക്കാരും പൊതുജനങ്ങളുമാണ്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ 8 മണിക്കൂർ ആളുകൾ ഫിസിക്കലി ജോലി ചെയ്യാൻ പാടുള്ളൂ എന്ന നിലപാടുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ ആളുകൾക്ക് ഭക്ഷണം കഴിച്ച് വിശ്രമത്തിലൊക്കെ ഏർപ്പെട്ട് വിനോദ കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ട് നല്ല സാമൂഹ്യ ജീവിതമുള്ള മനുഷ്യർ അവരുടെ ജോലി സമയം 8 മണിക്കൂറായി നിജപ്പെടുത്തിയിട്ട് അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് കേരളം. അവിടെയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലും മറ്റുമൊക്കെ നല്ല പേര്, കേന്ദ്രത്തിൻ്റെ തന്നെ പട്ടികകളിൽ നല്ല പേര് കേരളം ഉണ്ടാക്കുന്നത്. അതിപ്പോൾ നാളെ മറ്റൊരു സർക്കാർ വരികയാണെങ്കിൽ മറ്റൊരു സർക്കാരും ഇതേ ട്രാക്ക് തന്നെയായിരിക്കും പിന്തുടരുക. അതായത് നല്ല നിലക്ക് ആളുകളെ ഈ 8 മണിക്കൂർ തന്നെ ജോലി ചെയ്യിപ്പിച്ചിട്ട് കാര്യങ്ങളെ കൊണ്ടുപോകണമെന്ന്. രാഷ്ട്രീയ നേതൃത്വത്തിന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്, ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങളുടെ GDP വളർച്ച ഇത്രയാണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് സാധാരണക്കാരും പാവപ്പെട്ടവരായ മനുഷ്യരെ 2 മണിക്കൂർ അഡീഷണലായിട്ട് ശരീരം കൊണ്ട് അധ്വാനിപ്പിക്കുന്ന പരിപാടിയിലേക്ക് കേരളത്തിൽ പോകാൻ പറ്റില്ല. അദ്ദേഹം അവിടേക്ക് പോകട്ടെ, തെലങ്കാനയിലേക്ക്, ആന്ധ്രാപ്രദേശിലും പോകട്ടെ, അദ്ദേഹം അങ്ങോട്ട് പോകട്ടെ. എന്നിട്ട് അദ്ദേഹം കേരളത്തെ കുറ്റം പറയുന്ന പരിപാടി നിർത്തുകയാണ് വേണ്ടത്. ഇത് ആവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ട് CPM-നോടും പി രാജീവിനോടും ഇടതുപക്ഷ സർക്കാരിനോടാണ് പറയുന്നതെങ്കിലും ആത്യന്തികമായിട്ട് ദിവസങ്ങൾ ഈ കഴിയുന്തോറും കേരള വിരുദ്ധമായിട്ടുള്ള വർത്തമാനം പറയുന്ന ഒരാളായിട്ട് ഇദ്ദേഹം കേരളത്തിലിരുന്നിട്ട് വ്യാവസായിക സാമ്രാജ്യം ഉണ്ടാക്കിയ, അതും ഇക്കാലമൊക്കെ കടന്നുണ്ടാക്കിയ ഈ സാബു എം ജേക്കബ് മാറിയിരിക്കുന്നു എന്നതാണ് കാണുന്നൊരു കാര്യം. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ ബുദ്ധി മാത്രമാണ് ഇതിന് പിന്നിൽ. ഞാൻ പറയുന്നത് രാഷ്ട്രീയമാണ് എന്ന് പോലുമല്ല, അദ്ദേഹത്തിൻ്റെ സാബു എം ജേക്കബ് എന്ന ഒറ്റ വ്യക്തിയുടെ പണത്തിൻ്റെ ഒരു അവകാശബോധവും ധാർഷ്ട്യം എന്ന് തന്നെ പറയാവുന്ന നിലപാടുമൊക്കെയുള്ള ഒരു സമ്പന്നനായ മുതലാളിയുടെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ ബുദ്ധി എന്ന് മാത്രമേ ഇതിനെ കാണേണ്ടുള്ളൂ.